നീരേറ്റുപുറത്തുകാവ് ക്ഷേത്രം നിൽക്കുന്ന നീരേറ്റുപുറത്തിന് ഒരുപാട് ഐതിഹ്യങ്ങൾ പറയാനുണ്ട്. നീരേറ്റുപുറം എന്ന വാക്കിൽ തന്നെയുണ്ട് അതിൻ്റെ അർത്ഥം. നീരുകളാൽ, അതായത് ജലത്താൽ സമ്പന്നമാണ് ഈ പ്രദേശം. മണിമലയാറും അതുപോലെ തന്നെ പമ്പയാറും ഒന്നിച്ച് അമ്മയുടെ കാൽപാദങ്ങളുടെ ഒഴുകി അങ്ങ് അറബിക്കടലെത്തും. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തിന് നീരേറ്റുപുറം എന്ന് പേര് വന്നതും, അതായത് ജലത്താൽ സമൃദ്ധം. അയ്യപ്പനും ഗണപതിയും യക്ഷി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, വിഷ്ണു, നവഗ്രഹങ്ങളെ, പിന്നെ നമുക്ക് തന്നെ നേരിട്ട് അഭിഷേകം ചെയ്യാവുന്ന കാര്യസിദ്ധി അഭിഷേകം. ഇത് ഈ പട്ടിന്റെ എന്താ ചരിത്രം? എന്താ? കുട്ടികളില്ലാത്ത ദമ്പതികൾ ക്ഷേത്രത്തിലെത്തുകയും ക്ഷേത്രത്തിലെത്തി തിരുമേനിയെ കണ്ട് തിരുമേനി പറയും, അപ്പോൾ ഇന്ന പോലെ ഒരു തൊട്ടിലും അതുപോലെ പട്ട് ദേവിയുടെ തിരുനടയിൽ വെച്ച് പൂജിച്ച് ഈ പട്ടും കൂടെ കൊണ്ട് കെട്ടുമ്പോൾ അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നു എന്നാണ് ഒട്ടനവധി പേർക്ക് നേരിട്ട് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് അവർ വഴിപാടായി നടത്തും. ഒരു പണ്ട് യക്ഷിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ഒരു പന ഉണ്ടായിരുന്നു. അതിന്റെ ചരിത്രം എന്തായിരുന്നു? യക്ഷി ഒരു രൗദ്രഭാവത്തിലാണ്, എല്ലാവരെയും പേടിപ്പിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. നരഭൂജിയായിരുന്നു. അതെ. അപ്പോൾ ഈ നാട്ടിലെ ആൾക്കാർക്ക് പോകാനും എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ട് നേരിട്ടു. അപ്പോഴേ ചക്കളത്തമ്മയുടെ അനുഗ്രഹത്താൽ ചക്കളത്തമ്മ നേരിട്ടെത്തി ആ യക്ഷിയെ, ഇവിടെ ഒരു പനയുണ്ടായിരുന്നു, ആ പനയിൽ തറച്ചു. വിളക്കൊഴിച്ചിലാണോ? ആ വിളക്കൊഴ നമ്മൾ നിലവിളക്കൊഴിഞ്ഞ് ഹനുമാൻ നടയിൽ സമർപ്പിക്കും. ഇനി അല്ലാതെ നമുക്ക് മറ്റു പൂജകളും കാര്യങ്ങളും വഴിപാട് ഈ മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മദ്യം ലഹരി ഉപയോഗിക്കുന്നവരെ ലഹരി നിർത്തുന്ന സത്യപ്രതിജ്ഞ, മദ്യവിരുദ്ധ സത്യപ്രതിജ്ഞ, അത് നമ്മുടെ ഇവിടെ ക്ഷേത്രത്തിൽ നടക്കാറുണ്ട്. അത് നമുക്ക് മറ്റേ അതെ, മാറാരോഗങ്ങൾ മാറുന്നതിന് വേണ്ടി ഇവിടെ ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ഒരു കൂട്ടിൽ ദേവിയെ എഴുന്നള്ളിച്ച് ദേവിയുടെ പ്രസാദം കൂടെ അതിൽ ചേർത്ത് മാറാരോഗങ്ങളുള്ളവർക്ക് നൽകുന്ന ദിവ്യ ഔഷധ ജലം എല്ലാ വെള്ളിയാഴ്ചയും വിതരണമാണ്. പിന്നെ ഇതിൽ ഉത്സവത്തോടനുബന്ധിച്ച് നാരി പൂജ, അതായത് കേരളത്തിൽ ഒരു ക്ഷേത്രത്തിലും കാണാത്ത നാരിമാരെ, അതായത് അമ്മമാരെ പാദത്തിൽ പൂജ ചെയ്യുന്ന ഒരേ ഒരു ക്ഷേത്രം ചക്കുളത്തുകാവുള്ളൂ. അധർമ്മത്തിന്റെയും തിന്മയുടെയും ഭൗതിക പ്രതീകമാണ് കാർത്തിക സ്തംഭം. ഇത് കത്തിച്ച് ചാമ്പലാക്കുന്ന ചടങ്ങിലൂടെ തിന്മയെ അഗ്നി വിഴുങ്ങി നന്മ ആധിപത്യം സ്ഥാപിക്കുന്നുവെന്നാണ് വിശ്വാസം. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസമാണ് ഈ ചടങ്ങു നടക്കുന്നത്. പൊക്കമുള്ള തൂണിൽ വാഴക്കച്ചി, പഴയ ഓലകൾ, പടക്കം, ദേവിക്ക് ചാർത്തിയ ഉടയാടകൾ എന്നിവ പൊതിഞ്ഞുകെട്ടി അതിന്മേൽ നാടിന്റെ സർവ്വ തിന്മകളെയും ആവാഹിക്കുന്നു. ദീപാരാധനയ്ക്ക് മുമ്പായി ഇത് കത്തിക്കും. നാടിന്റെ സർവ്വ പാപദോഷങ്ങളും ഇതോടെ തീരുമെന്നാണ് വിശ്വാസം. തീരാതെയുള്ള വ്യാധി ഒഴിച്ച് വിഷഭയങ്കർക്കാൻ നൽകി. ക്ഷേത്രത്തിന്റെ കാര്യദർശി നമസ്കാരം. ഒരുക്കളൊക്കെ എന്തായി? പൊങ്കാലയുടെ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ഡിസംബർ 13 നമ്മുടെ പൊങ്കാല മഹോത്സവം. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിനകത്തും പുറത്തു നിന്നുമായി വളരെയധികം
ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന പൊങ്കാലയായിരിക്കും നമ്മുടെ. ഏതാണ്ട് ദക്ഷിണേന്ത്യ ഖണ്ഡയിൽ വെച്ച് ഏറ്റവും വലിയൊരു ഭക്തജന സംഗമമാണ് ഈ ഡിസംബർ 13ഉം 12ഉം ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം എത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സാമൂഹിക സന്നദ്ധ സാംസ്കാരിക സംഘടനകളുടെയും മറ്റ് അമ്മമാരുടെയും എല്ലാവരുടെയും വലിയൊരു കൂട്ടായ്മയായിരിക്കും ഈ ചക്രത്താവിലെ പൊങ്കാല എന്ന് പറയുന്നത്. ചക്രത്തമ്മയുടെ തിരുസന്നിധിയെത്തി ദർശനം നേടാൻ ഒരു തരത്തിലുള്ള നിബന്ധനകൾ ഒന്നും തന്നെയില്ല. അതായത് ഷർട്ട് ധരിച്ച് ദർശനം നേടുന്നവർക്ക് അങ്ങനെ നേടാം, അല്ല ഷർട്ട് ഊരി അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അതായത് ഒരു തരത്തിലുള്ള നിബന്ധനകൾ ഇവിടെ ഒന്നും തന്നെയില്ല. അതിനു പുറമെ ജാതിമത ഭേദമന്യേ ആർക്കും അഭയം തേടാം ചക്രത്തമ്മയെ. വേട കുടുംബം ചക്രത്തുകാവിലമ്മയ്ക്ക് എന്നും നിവേദ്യമൂട്ടും. അതായത് അവർ കഴിയുന്ന ഭക്ഷണത്തിലെ ഒരു ഓഹരി അമ്മയ്ക്ക് മാറ്റിവെക്കും. ഒരു ദിവസം അവർക്ക് അമ്മയ്ക്ക് നിവേദ്യം നൽകാൻ സാധിച്ചില്ല. എന്നാൽ അവർ തിരിച്ചെത്തുന്ന സമയത്ത് ഇവിടെ ഒരു ചട്ടി നിറയെ, ഒരു കലം നിറയെ നിവേദ്യം ഭക്ഷണം ഉണ്ടായിരിക്കുന്നു. അത് കണ്ടതോടുകൂടി തന്നെ ഇവർ ഉറക്കെ പ്രാർത്ഥിക്കുകയാണ് അമ്മയെ ശരണമെന്ന് പറഞ്ഞുകൊണ്ട്. ആ സമയത്ത് ഒരു അശ്ലീതി കേൾക്കുന്നു. നിന്റെ പ്രാർത്ഥനയിലും നിന്റെ സ്നേഹത്തിലും ഞാൻ സംതൃപ്തയാണ്, നിനക്ക് വേണ്ട ഭക്ഷണം നീ കഴിച്ചുകൊള്ളൂ എന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ വർഷവും ഇങ്ങനെ ഈ ചക്രത്തുകാവിൽ പൊങ്കാല ആഘോഷിക്കുന്നത്. നിരവധി സ്ത്രീജനങ്ങൾ വന്ന് പൊങ്കാല ചക്രത്തുകാവ് അമ്മയ്ക്ക് സമർപ്പിക്കുന്നതും. നാരദ മഹർഷിയാണ് ദേവിയുടെ ഈ വിഗ്രഹം ഭൂമിയിലോട്ട് നാട്ടി നിർത്തി ആരാധനയ്ക്കായി കൽപ്പിക്കുകയും ആ നാരദ മഹർഷിയുടെ തീരുമാനപ്രകാരമാണ് ആ ആരാധന ഇവിടെ ഉണ്ടാകുകയും അങ്ങനെ ഭാവിയിൽ ക്ഷേത്രമായി മാറുകയും ചെയ്ത ഒരു സങ്കല്പമാണ് ഈ ക്ഷേത്രത്തിന് പിന്നിലുള്ള ചരിത്രം. ഈ വരുന്ന ഡിസംബർ 13-ന് തൃക്കാർത്തിക ദിവസം, അതായത് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക, ആ ദിവസം നടക്കുന്ന പൊങ്കാലയ്ക്ക് പൂർണ്ണ സജ്ജമാണ് ക്ഷേത്രം. എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.